ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പറഞ്ഞിട്ട് പോയാലോ? വേണ്ട, ചിലപ്പോ പോകണ്ടെന്ന് പറയും. നമ്മൾ പോകുന്നത് അവരറിയണ്ട. അത് വേണോ സത്യേ? നമുക്ക് പെട്ടെന്ന് പോയിട്ട് വരാം പപ്പി. ദേ മിന്നാമിനിങ്ങ്, വേഗം വാ. എങ്കിലേ ആ 2 നക്ഷത്രങ്ങളെ മാത്രം നോക്കിക്കുന്ന 3-4 നക്ഷത്രങ്ങളെ കണ്ടോ? അതാരൊക്കെയാന്നറിയോ? നമ്മുടെ സുഷ്മിതയും ചന്ദ്രബോസും. നമ്മൾ കൂട്ടം തെറ്റിയാലേ അവര് നമ്മളെ ഉപദ്രവിക്കും. അതെ, ഒന്നോർത്താലേ അവര് പലപ്പോഴും നമ്മളെ സഹായിക്കുക ചെയ്ത അതവർക്ക് മനസ്സിലാവാത്തോണ്ട്. സഹായ അതെങ്ങനെ? അതെ, സഹായം തന്നെ. അവര് നമ്മളെ എത്രത്തോളം അകറ്റാൻ ശ്രമിക്കുന്നോ അതിന്റെ 10 ഇരട്ടി ശക്തിയോടെ നമ്മൾ അടുക്കാൻ ശ്രമിക്കും. ഇവർക്ക് ഇത്രത്തോളം വൈരാഗ്യം വരാൻ എന്താ കാരണമെന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. പക്ഷേ ശരിയായ ഒരു ഉത്തരം എനിക്ക് ഇപ്പോഴും കിട്ടിയിട്ടില്ല. അതിനുത്തരം സിമ്പിളാ. പെണ്ണിന്റെ പക. എടോ, ഒരു പെണ്ണിന്റെ പകയിൽ നിന്നല്ലേ മഹാഭാരത യുദ്ധം വരെ ഉണ്ടായേ. എടോ, ഈ പരിഗണിക്കപ്പെടാനുള്ള ആഗ്രഹമാണല്ലോ ഈ പ്രണയമായിട്ട് മാറുന്നേ. അപ്പൊ ഈ പ്രണയം അവഗണനയിലേക്ക് വഴി മാറുമ്പോ അവിടെ പക ജനിക്കുന്നു. ഇത് കാലം തെളിയിച്ച സത്യ. ആ സുസ്മിത ഉണ്ടല്ലോ, അവളുടെ കഴുത്തറത്ത് തല മാറ്റിയാലും അവളുടെ പക തീരില്ല. പപ്പി നീ ഉറങ്ങിയോ? ഇല്ല. എന്താ നീ ആലോചിക്കുന്നേ? ഞാൻ എന്റെ അച്ഛനെയും അമ്മയും കുറിച്ച് ആലോചിക്കുമായിരുന്നു. വിഷ്ണു അച്ഛനും ചേച്ചിയമ്മയ്ക്കും എന്താ ഇത്രമാത്രം പറയാനുള്ളത്? ആ, എനിക്കറിയില്ല. സത്യം നോക്കിക്കേ, ആ സ്കൈ കാണാൻ എന്ത് ഭംഗിയല്ലേ. എനിക്കിഷ്ടപ്പെട്ട മിന്നാമിനിങ്ങിന്റെ വെട്ടാ. ചെറിയ ടോർച്ച് തെളിച്ച് വരുന്ന പോലെ ഉണ്ട്. എന്നാ പിന്നെതാ അങ്ങോട്ട് നോക്കിക്കേ. അവിടെ മിന്നാമിനിങ്ങൾ കൂട്ടത്തോടെ വരുന്നത് കണ്ടോ? ഹായ്, എന്ത് രസാ. വിഷ്ണുട്ടാ, പൊതുവേ സ്ത്രീകളെ കരയിപ്പിക്കാൻ 2 മാർഗങ്ങളുണ്ട്. ഒന്ന്, അവരെ മാനസികമായും ശാരീരികമായും വേദനിപ്പിക്കാം. അവര് തകർന്നു പോവും. 2, അവര് പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്നേഹം കൊടുക്കുക. ഞാനേ ഇപ്പൊ 2ാമത് പറഞ്ഞ അവസ്ഥയില് എന്റെ അരികിൽ ഇങ്ങനെ പറ്റിച്ചേർന്ന് കിടക്കണം. വിഷ്ണുട്ടാ, എനിക്കിപ്പോ ലോകം പിടിച്ചടക്കിയ അഹങ്കാരമായിട്ടോ, പറഞ്ഞില്ലെന്ന് വേണ്ട. എന്റെ ആഗ്രഹങ്ങൾ അതിലൊന്ന് ഇപ്പോഴൊരു നമ്പറായിട്ട് മാറി നിൽക്കുക. നമ്മുടെ വീട്, അച്ഛന്റെ നിസ്സഹായാവസ്ഥ, അമ്മയുടെ കൈവിട്ടു പോയ എന്റെ തീരാത്ത വേദന, കണ്ണടച്ച തെളിയുന്ന ഞാൻ ഓടിക്കളിച്ചെന്റെ വീടാ. ആ മുറ്റത്ത് നിന്ന് ഞാൻ എന്തോരം സ്വപ്നങ്ങൾ കണ്ടാന്നറിയോ? ചങ്കിനകത്ത് ഇപ്പോഴൊരു നീറ്റല. അത് മാറണമെങ്കിൽ എനിക്കത് തിരിച്ചു വാങ്ങിക്കണം. എന്റെ അച്ഛന്റെ കാൽക്കൽ എനിക്കത് വെച്ചു കൊടുക്കണം. എല്ലാം ശരിയാകും വിഷ്ണുട്ടാ, ഇല്ലെങ്കിൽ നമ്മൾ ശരിയാക്കും. അതെ, എവിടെയോ വായിച്ചൊരു വാചകമുണ്ട്, നല്ലതാണെന്ന് തോന്നിയുകൊണ്ട് മനസ്സിൽ കുറിച്ചിട്ടതാ. പുറകോട്ട് നോക്കി സങ്കടപ്പെടരുത്, കാരണം നമുക്ക് സഞ്ചരിക്കാനുള്ളത് മുന്നോട്ടാ. ആ മുന്നോട്ടുള്ള
മുന്നോട്ടുള്ള പാതയില് നമ്മൾ ഇതെല്ലാം വെട്ടിപ്പിടിക്കും. നഷ്ടപ്പെട്ട സ്നേഹം നമ്മൾ തിരിച്ചു പിടിച്ചില്ലേ, അതുപോലെ. ഇവരെല്ലാം ഇത് എങ്ങോട്ടാ പപ്പി? കണ്ടിട്ട് ഇവർക്ക് എന്തോ ആഘോഷ പരിപാടി ഉണ്ടെന്ന് തോന്നുന്നു സത്യേ. എങ്കിൽ നമുക്കൊന്ന് ഇറങ്ങി നോക്കിയാലോ? ഇവരുടെ സംഘത്തിൽ എത്ര പേരുണ്ടെന്ന് അറിയാലോ. ഇറങ്ങണോ? ചുമ്മാ ഇറങ്ങാനേ, എന്നിട്ട് ഉറക്കം വരുമ്പോ ഒന്ന് കിടക്കാം. പപ്പി, നമ്മൾ എന്തിനാ വന്നത്? കാഴ്ചകൾ കാണാനല്ലേ. അപ്പൊ പിന്നെ നമ്മൾ പോയി കിടന്നാൽ എങ്ങനെയാ? സത്യ പറഞ്ഞത് കറക്റ്റാ. എന്ത് ഭംഗിയാ ഇവരിങ്ങനെ ഒന്നിച്ചു പോകുന്നത് കാണാനായിട്ട്. ലൈറ്റും കത്തിച്ച് ജാഥ പോകുന്നത് പോലെ ഉണ്ട്. എന്നാ വാ. അച്ഛനും അമ്മയും അവരടുത്ത് പറഞ്ഞിട്ട് പോയാലോ? വേണ്ട, ചിലപ്പോ പോകണ്ടെന്ന് പറയും. നമ്മൾ പോകുന്നത് അവരറിയണ്ട. അത് വേണോ സത്യേ? നമുക്ക് പെട്ടെന്ന് പോയിട്ട് വരാം പപ്പി. ദേ മിന്നാമിനിങ്ങ്, വേഗം വാ. സത്യേ, നമുക്കൊന്ന് പറഞ്ഞിട്ട് പോയാലോ? പപ്പി ഒന്ന് വേഗം വന്നേ, മിന്നാമിനി ഇപ്പൊ പോവും. വിഷ്ണുട്ടാ, ഉറങ്ങണ്ടേ? ഉറങ്ങണോ? അവിടെ കുട്ടികളെ രണ്ടുപേരും ഉറങ്ങിക്കാണും. എങ്കിൽ പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നേരം വിളിപ്പിക്കാം. അതെ, ഇത് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ഒന്നും അല്ല. വേണമെങ്കിൽ ശരി. ഈ കാനന ഭംഗി ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ട് എവിടെയോ ബാക്കി വെച്ച നമ്മുടെ പ്രണയ സങ്കല്പങ്ങൾക്ക് ഒരു തിരിച്ചുവരവ്. അതെ, കുറച്ച് സാഹിത്യമൊക്കെ വന്നു തുടങ്ങിയല്ലോ. ഇപ്പൊ ഉണ്ടല്ലോ, ഒരു പേപ്പർ മേനം കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഈ സെക്കൻഡിൽ എഴുതി തരും. നല്ല ഒന്നാമതൊരു പ്രണയ കവിത. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, താനിതുപോലെ അടുത്ത് വേണം. എന്റെ വിഷ്ണുവേട്ടാ, ഞാൻ കൂടെ ഉണ്ടല്ലോ. ഇനി ശാലിനി എന്നും കൂടെ ഉണ്ടാവും. ഓ